ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശംഭരൻ. രാജ്യത്തിന്റെ വളർച്ചയെ നിർണ്ണയിക്കുന്നത് യുവാക്കളുടെ ശക്തിയും ഊർജവുമാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഇന്ന് ഇന്ത്യയുടെ ഏറ്റവും വലിയ ശക്തി യുവജനങ്ങളാണെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ 29ാമത് ഇന്ത്യൻ യൂത്ത് പാർലമെന്റ് ദേശീയ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മുംബൈയിൽ രത്തൻ ടാറ്റ മഹാരാഷ്ട്ര സ്റ്റേറ്റ് സ്കിൽസ് സർവകലാശാലയിലെ ബിരുദദാന ചടങ്ങിലും 64ാമത് ജൈന ദീക്ഷാ ചടങ്ങിലും ശ്രീ CP രാധാകൃഷ്ണൻ പങ്കെടുക്കും. ആദായ നികുതി നിയമം 2026 വിജ്ഞാപനം പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. നികുതി നടപടിക്രമങ്ങൾ ലളിതമാക്കുന്നത് ലക്ഷ്യമിട്ടുള്ള നിയമങ്ങൾ അടുത്ത മാസം 1 മുതൽ പ്രാബല്യത്തിൽ വരും. നികുതി സംവിധാനത്തിലുടനീളം സുതാര്യത, ഡിജിറ്റൈസേഷൻ, ഡാറ്റ റിപ്പോർട്ടിംഗ് സംവിധാനങ്ങൾ എന്നിവ ശക്തിപ്പെടുത്താനും ചട്ടക്കൂട് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. കൂടാതെ പുതിയ നിയമമനുസരിച്ച് കമ്പനികൾ ഇന്ത്യക്കുള്ളിൽ മാത്രം ഓഹരി രേഖകൾ സൂക്ഷിക്കുകയും പൊതുയോഗങ്ങൾ നടത്തുകയും ലാഭവിഹിതം വിതരണം ചെയ്യുകയും വേണം. പശ്ചിമേഷ്യൻ മേഖലയിൽ യുദ്ധം പുതിയ തലങ്ങളിലേക്ക് വ്യാപിക്കുന്നു. ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ ലെബനനിൽ വ്യോമാക്രമണം ശക്തമാക്കിയപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ പുതിയ നീക്കങ്ങൾ ആഗോളതലത്തിൽ ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. അതേസമയം ഇസ്രയേലിന്റെ മധ്യമേഖലകളിൽ ഹിസ്ബുള്ളയുടെ മിസൈൽ ആക്രമണത്തെ തുടർന്ന് അപായ സൂചന മുഴങ്ങി. ജെറുസലേമിലെ പഴയ നഗരത്തിന് സമീപം മിസൈലുകളുടെ അവശിഷ്ടങ്ങൾ പതിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. അതിനിടെ അമേരിക്കൻ താവളങ്ങളുള്ള ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കുന്നതിനെ ഇറാൻ ന്യായീകരിച്ചു. UAEയിലെ റാസൽ ഖൈമ, ദുബായ് എന്നിവിടങ്ങളിൽ നിന്നാണ് ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുന്നതെന്നാരോപിച്ച ഇറാൻ ഈ പ്രദേശങ്ങൾക്കെതിരെ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ഇറാന്റെ ഭീഷണികൾക്ക് പിന്നാലെ UAEയിൽ ജാഗ്രത ശക്തമാക്കി. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലും രാജ്യത്തിന്റെ എണ്ണ വിതരണവും ഗാർഹിക LPG വിതരണവും സാധാരണ നിലയിലാണെന്ന് കേന്ദ്ര സർക്കാർ. LPG പ്രതിദിന ബുക്കിംഗ് 89 ലക്ഷം വരെ ആയിരുന്നത് 55 ലക്ഷമായി കുറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ 13,700 പുതിയ PNG കണക്ഷനുകൾ നൽകി. LPGയിൽ നിന്ന് 7,300 പേർ PNGയിലേക്ക് മാറിയിട്ടുണ്ടെന്നും പെട്രോളിയം വകുപ്പ് ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ പറഞ്ഞു. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം മറ്റന്നാൾ അവസാനിക്കും. 140 നിയമസഭാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികൾ പത്രികാ സമർപ്പണത്തിന്റെ തിരക്കിലാണ്. അതാത് റിട്ടേണിംഗ് ഓഫീസർക്ക് മുൻപാകെ പകൽ 11 മുതൽ 3 മണിവരെയാണ് പത്രിക സ്വീകരിക്കുന്ന സമയം. സംസ്ഥാനത്ത് വോട്ടർ പട്ടികയിൽ പുതുതായി പേര് ചേർക്കാൻ മറ്റന്നാൾ വരെ സമയം. voters.eci.gov.in എന്ന വെബ്സൈറ്റിലൂടെയോ ECI നെറ്റ് മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ ബൂത്ത് തല ഓഫീസർ വഴിയോ അപേക്ഷിക്കാം. അടുത്ത മാസം 9 വോട്ടെടുപ്പ് നടക്കുന്ന കേരളം, പുതുച്ചേരി, അസം എന്നിവിടങ്ങളിൽ EVM വിവിപാറ്റുകളുടെ ആദ്യഘട്ട റാൻഡമൈസേഷൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർത്തിയാക്കി. ഇതോടൊപ്പം ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഗോവ, കർണാടക, നാഗാലാൻഡ്, ത്രിപുര എന്നിവിടങ്ങളിലും റാൻഡമൈസേഷൻ പ്രക്രിയ പൂർത്തിയായതായി കമ്മീഷൻ അറിയിച്ചു. EVMകളും വിവിപാറ്റുകളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ സ്ട്രോങ് റൂമുകളിലേക്ക് മാറ്റും. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള 11 സ്ഥാനാർത്ഥികൾ ഉൾപ്പെടുന്ന 3ാമത്തെ പട്ടിക പുറത്തിറക്കി BJP. കോവളം മണ്ഡലത്തിൽ TN സുരേഷ്, പീരുമേട് സീറ്റിൽ V രതീഷ്, മാവേലിക്കരയിൽ അജിമോൻ എന്നിവർ മത്സരിക്കും. അരുവിക്കര മണ്ഡലത്തിൽ വിവേക് ഗോപനും ചവറ സീറ്റിൽ KR രാജേഷുമാണ് സ്ഥാനാർത്ഥികൾ. അതേസമയം തിരുവനന്തപുരം മണ്ഡലത്തിൽ ഇടതുമുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി സുധീർ കരമനയെ പ്രഖ്യാപിച്ചു. പേരാവൂരിലെ UDF സ്ഥാനാർത്ഥിയായി KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഇന്ന് പത്രിക സമർപ്പിച്ചു. നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനങ്ങളും സാമ്പത്തിക ദുരുപയോഗവും തടയുന്നതിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപകൽപ്പന ചെയ്ത C-വിജിൽ മൊബൈൽ ആപ്ലിക്കേഷൻ പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമായി. പെരുമാറ്റച്ചട്ട ലംഘനവുമായി ബന്ധപ്പെട്ട ഫോട്ടോകളും 2 മിനിറ്റിൽ കവിയാത്ത വീഡിയോകളും പൊതുജനങ്ങൾക്ക് തത്സമയം പകർത്തി ഈ ആപ്പ് വഴി അയക്കാവുന്നതാണ്. ഇന്ന് അന്താരാഷ്ട്ര വനദിനം. വനങ്ങളും സമ്പദ് വ്യവസ്ഥയും എന്നതാണ് ഈ വർഷത്തെ വനദിനാചരണത്തിന്റെ പ്രമേയം. സാമ്പത്തിക അഭിവൃദ്ധി കൈവരിക്കുന്നതിലും സുസ്ഥിരമായ ഉപജീവനമാർഗം നൽകുന്നതിലും ഹരിതാഭവും സുസ്ഥിരവുമായ ഭാവിയെ പിന്തുണയ്ക്കുന്നതിലും വനങ്ങൾ വഹിക്കുന്ന പങ്ക് ഈ പ്രമേയം എടുത്തു കാണിക്കുന്നു. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബ് FCയെ നേരിടും. കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ രാത്രി 7:30 കളി ആരംഭിക്കും. തുടർച്ചയായ 4 തോൽവികൾക്ക് ശേഷം കഴിഞ്ഞ മത്സരത്തിൽ ഈസ്റ്റ് ബംഗാളിനെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് സമനില നേടിയിരുന്നു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.